सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेधि मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्। साधकर्ക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. നമുക്ക് 4, 5, 6 3 ഒരുമിച്ച് ചൊല്ലാം. ചതുർത്ഥ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അസൗ വിദ്യുതി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ തേജസ്വി ഇതി വാ അഹമേതം ഉപാസയിതി. സഹ യഃ ഏതമേവ ഉപാസ്തേ തേജസ്വീഃ ഭവതി തേജസ്വിനീഃ അസ്യ പ്രജാ ഭവതി. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആകാശേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ പൂർണ്ണം അപ്രവൃത്തി ഇതി വാ അഹം ഏതം ഉപാസയിതി. സഹ യഃ ഏതമേവ ഉപാസ്തേ പൂര്യതേ പ്രജയാ പശുഭിഃ ന അസ്മാദ് ലോകാദ് പ്രജാ ഉദ്വർത്തതേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം വായൗ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ
इति वा अहमेदम् उपासयति सः यः एतमेव उपास्ते जिष्णुः अपराजिष्णुः भवति अन्यतस्त्याज्यायी. യാജ്ഞവൽക്യ മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് അനുമതി ചോദിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. നമ്മൾ ഗുരുവായി ഇവിടെ അജാതശത്രു മാറുകയാണ്. പക്ഷെ ഗാർഗ്യൻ എന്ന അല്ലെങ്കിൽ ബാലാകി എന്ന പേരായ ഗർവിഷ്ഠൻ ഇവിടെ സമ്മതിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഗുരുവായി അംഗീകരിക്കുന്നില്ല. കാരണം ശിഷ്യൻ ഉപസദിച്ചാൽ മാത്രമേ ഒരാൾ ഗുരുവായി മാറുകയുള്ളൂ. അത് ആരുപദേശം കൊടുത്തോട്ടെ, അത് അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ ഗുരുനാഥനായിക്കോട്ടെ, ആരും ആചാര്യനായിക്കോട്ടെ, ഒരു ഗുരുവായി മാറുന്നത് എപ്പോഴാണ്? ശിഷ്യൻ ഉപസദിക്കണം. ആ ഭാഗം എത്തിയിട്ടില്ല, ആ ഭാഗം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗാർഗ്യൻ തൻ്റെ ഗർഭമെല്ലാം കളയുന്ന ഒരു സന്ദർഭം എത്തും. അപ്പോൾ അതുവരെ എന്താണോ സംവദിക്കാനായിട്ട് ഗാർഗ്യൻ വന്നത് അതിന് മറുപടി പറയുന്നു. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്നോട് അങ്ങ് പറയുന്ന രീതിയിൽ ഉപാസിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം അങ്ങ് മാറ്റി മാറ്റി പറയുകയാണ് അല്ലേ. എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നു? രണ്ടാമത്തെ മന്ത്രത്തിൽ ആദിത്യേ പുരുഷ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടില്ലേ, അജാതശത്രു ബ്രാഹ്മണം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സമ്മറി എഴുതണം എല്ലാവരും. അതിലെന്തൊക്കെ എഴുതണം? അജാതശത്രു ആരായിരുന്നു? ബാലാകി ആരായിരുന്നു? പിന്നെ ബാലാകി എന്തൊക്കെയാണ് ഉപാസിക്കാനായിട്ട് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതെന്താണ്? രണ്ടാമത്തെ മന്ത്രത്തിൽ സൂര്യനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അപ്പോൾ അതിനെ ഖണ്ഡനം ചെയ്യുകയാണ് അജാതശത്രു. പരമാത്മാവ് സൂര്യൻ എന്ന ദേവതയിൽ മാത്രം ഒതുങ്ങുന്നയാളല്ല എന്ന് പറഞ്ഞ് പരമാത്മ ലക്ഷണങ്ങൾ പറഞ്ഞു. എന്നിട്ട് എഴുതണം, സമ്മറിയിൽ എന്തെഴുതണം? ആദ്യത്തെ ബ്രഹ്മലക്ഷണം. ആദ്യത്തെ ബ്രഹ്മലക്ഷണം എന്താണ്? അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ രാജ എന്ന ബ്രഹ്മലക്ഷണം അല്ലേ. പിന്നെ അതിൻ്റെ ഫലവും എഴുതണം. 3 പോയിന്റ് എഴുതിയാൽ മതി ഓരോ മന്ത്രത്തിൻ്റെയും സമ്മറി. ഇങ്ങനെയാണ് ആദ്യം ഇവർ തമ്മിലുള്ള ആഖ്യായിക ആരംഭം. രണ്ടാമത്തെ മന്ത്രം ആദിത്യ പുരുഷ ഉപാസന, പിന്നെ ബ്രഹ്മലക്ഷണം. മൂന്നാമത്തെ പോയിന്റ് ഫലശ്രുതി. എന്താണ് ഫലം? സർവേഷ ഭൂതാനാം രാജാ ഭവതി എന്ന ഫലം എഴുതണം കേട്ടോ. ഇനി അമാവാസിയൊക്കെ വരാൻ പോവാണ്, ശനി ഞായറൊക്കെ അവധിയാണ് നമുക്ക്. അപ്പോൾ സമയം കിട്ടുന്ന പോലെ എഴുതണം. ഇനി അടുത്ത മൂന്നാമത്തെ മന്ത്രം എന്താണ്? ചന്ദ്രേ പുരുഷ, ചന്ദ്രനെയാണ് ഉപാസിക്കുന്നതെന്ന് പറയുന്നു. അപ്പം ബ്രഹ്മലക്ഷണം അവിടെ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? ബൃഹൻ പാണ്ഡരവാസാഹ സോമോ രാജയതി. ഈ ലക്ഷണങ്ങൾ പറയുന്നു മൂന്നാമത്തെ മന്ത്രത്തിൽ. പിന്നെ ഫലശ്രുതി പറയുന്നു, മുഖ്യഫലം പറയുന്നു. അഹഹ അഹഹ സുതഹ പ്രസൂതോ ഭവതി. അവാന്തര ഫലം പറയുന്നു. ന അസ്യ അന്നം ക്ഷീയതേ. അതാണ് മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ സമ്മറി എഴുതേണ്ടത്. നാലാമത്തെ മന്ത്രം എന്താണ്? വിദ്യുത് പുരുഷ ഉപാസന. അടുത്ത ബ്രഹ്മലക്ഷണം തേജസ്വി എന്ന ബ്രഹ്മലക്ഷണം. ഫലശ്രുതി, മുഖ്യഫലം എന്താണ്? തേജസ്വി ഹ ഭവതി. അവാന്തര ഫലം എന്താണ്? തേജസ്വി നീ ഹ അസ്യ പ്രജാഭവതി അല്ലേ. പിന്നെ എന്താണെന്ന് എളുപ്പമാണ് നോക്കാനായിട്ട്. നമുക്ക് റിവിഷനൊക്കെ പറയണ്ടേ, അപ്പോഴേക്കും എളുപ്പമാണ്. ഇനി അഞ്ചാമത്തെ മന്ത്രം എന്താണ്? ആകാശേ പുരുഷ അല്ലേ. അതിൻ്റെ ബ്രഹ്മലക്ഷണം എന്താണ്? പൂർണ്ണം അപ്രവൃത്തി എന്ന 2 ലക്ഷണങ്ങൾ അജാതശത്രു പറയുന്നു. ആരാണോ ഈ ലക്ഷണത്തോടെ ഉപാസിക്കുന്നവർക്ക് എന്താണ് ഫലം? പൂര്യതേ പ്രജയാ പൂര്യതേ പശുഭിഹി. അവാന്തര ഫലം എന്താ? ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. അടുത്ത ആറാമത്തെ മന്ത്രം എന്താണ്? വായോ പുരുഷ. അവിടെ എന്താണ് ബ്രഹ്മലക്ഷണം പറയുന്നത്? ഇന്ദ്രോ വൈകുണ്ഠ അപരാജിതാഹ സേന. ഫലശ്രുതി 2 ഫലശ്രുതി. മുഖ്യഫലം ജിഷ്ണു അപരാജിഷ്ണു ഭവതി. അവാന്തര ഫലം അന്യതസ്ത്യാജ്യായി. ഇവിടെ വരെയാണ് നമ്മൾ കണ്ടത്.
നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. സപ്തമ മന്ത്രം, 7ാമത്തെ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അഗ്നൗ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ വിഷാസഹി. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ബ്രഹ്മലക്ഷണം എന്ന് എഴുതിക്കോളൂ. വിഷാസഹി എന്നിടത്ത് എന്താണ്? ബ്രഹ്മലക്ഷണം. ഇതി വാ അഹം ഏതം ഉപാസ ഇതി. സഹ യഹ ഏതമേവ ഉപാസ്തേ വിഷാസഹിഹി ഹാ ഭവതി. അവിടെ എന്താണ് എഴുതേണ്ടത്? മുഖ്യഫലം. ഫലശ്രുതിയിൽ മുഖ്യഫലം പറയുന്നു. എന്താണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക? വിഷാസഹിഹി ഹാ ഭവതി. എന്താണ്? മുഖ്യഫലം. ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതുക, മുഖ്യഫലം എന്ന് എഴുതുക. അടുത്തത് വിഷാസഹിഹി ഹാ അസ്യ പ്രജാഭവതി. അതെന്തായിരിക്കും? അപ്പോൾ അവാന്തരഫലം. അല്ലേ? ഒന്നുകൂടെ പറയാവേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അഗ്നൗ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ വിഷാസഹിഹി ബ്രഹ്മലക്ഷണം. ഇതി വാ അഹം ഏതം ഉപാസ ഇതി. അവിടെ വിരാമമാണ്, ഫുൾ സ്റ്റോപ്പ്. ഉപാസ ഇതി. സഹ യഹ ഏതമേവ ഉപാസ്തേ വിഷാസഹിഹി ഹാ ഭവതി. മുഖ്യഫലം. വിഷാസഹിഹി ഹാ അസ്യ പ്രജാഭവതി. പൂർണ്ണവിരാമം. അവിടെ എന്താണ്? അവാന്തരഫലം. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അഗ്നൗ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ വിഷാസഹിഹി ഇതി വാ അഹം ഏതം ഉപാസ ഇതി. സഹ യഹ ഏതമേവ ഉപാസ്തേ വിഷാസഹിഹി ഹാ ഭവതി. വിഷാസഹിഹി ഹാ അസ്യ പ്രജാഭവതി. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അഗ്നൗ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ വിഷാസഹിഹി ഇതി വാ അഹമേതം ഉപാസ ഇതി. സഹ യഹ ഏതമേവ ഉപാസ്തേ വിഷാസഹിഹി ഹാ ഭവതി. വിഷാസഹിഹി ഹാ അസ്യ പ്രജാഭവതി. ആവർത്തനമാണ്. നമുക്ക് തന്നെ ഒരുപാട് പദങ്ങൾ അറിയാം. സഹോവാച ഗാർഹ്യഃ. ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാഗി അജാതശത്രുവിനോട് അടുത്ത എന്താണ് സംവാദത്തിന് വരുന്നത്? അല്ല, ഞാൻ വായു പുരുഷനെ അല്ല ഉപാസിക്കുന്നത്. ഞാൻ ആരെയാണ് ഉപാസിക്കുന്നത്? ബ്രഹ്മനായിട്ട്. അഗ്നൗ പുരുഷഃ, അഗ്നിദേവതയെയാണ് ഞാൻ ബ്രഹ്മനായിട്ട് ഉപാസിക്കുന്നത്. എപ്പോഴൊക്കെ ഞാൻ അഗ്നിദേവതയുടെ സാന്നിധ്യം അറിയുന്നു, അല്ലെ അഗ്നിദേവതയെ കണ്ണുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്നു, അപ്പോഴൊക്കെയാണ് ഞാൻ ഉപാസന നടത്താറ്. അഗ്നിയാണ് എന്നെ സംബന്ധിച്ച് ഈശ്വരൻ. അഗ്നിക്കപ്പുറമായിട്ട് വേറൊരാളില്ല എന്ന് പറയുകയാണ്, അല്ലേ? അപ്പോൾ അജാതശത്രു പറഞ്ഞു, എന്താണ്? മാമായേതസ്വ, എന്നോട് സംവാദത്തിന് വരണ്ട. കാരണം എന്താണ്? വിഷാസഹിഹി ഇതി വാ അഹം ഏതം ഉപാസ. ഞാൻ വിഷാസഹിയെയാണ് ബ്രഹ്മനായി ഉപാസിക്കുന്നത്, അല്ലാതെ അഗ്നി എന്ന ദേവതയല്ല. വിഷാസഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിയുടെ ലക്ഷണം പറയുകയാണ്, അല്ലെങ്കിൽ ഗുണം പറയുകയാണ്. അഗ്നിദേവത എന്ന് വെച്ചാൽ, അഗ്നിദേവതയുടെ പര്യായം എന്താണെന്ന് വെച്ചാൽ ദാഹ ശക്തിമാൻ.
ദാഹ ശക്തിമാൻ. ദാഹം എന്ന് വെച്ചാൽ എല്ലാറ്റിനും എരിച്ചു കളയുക, ഇതാണ് ദാഹകൻ എന്നും പര്യായമുണ്ട്. നമ്മളിപ്പോൾ സോമൻ ചന്ദ്രന് പര്യായം പഠിച്ചില്ലേ, പാണ്ഡരവാസൻ എന്നൊക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ എന്താണ് ദാഹകൻ എന്നാണ് അഗ്നിയെ വിളിക്കുന്നത്. എത്ര കൊടുത്താലും ദാഹം മാറില്ല. നമ്മൾ എന്ത് കൊടുത്തോളൂ, നെയ്യ് ഒഴിച്ചോളൂ, അല്ലെങ്കിൽ എന്തൊക്കെ ഹവിസുക്കൾ അഗ്നിക്ക് കൊടുത്തോളൂ, അതെല്ലാം പിടിച്ചെടുക്കും. പിന്നെ ജലദേവത വരണം ദാഹം ശമിപ്പിക്കണമെങ്കിൽ. ബാക്കി ആര് വന്നിട്ടും കാര്യമില്ല, അവരെയൊക്കെ എരിച്ചു കളയും. അഗ്നി തോൽക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ അടുത്തേ ഉള്ളൂ, അപ്സുവിൻ്റെ അടുത്ത്, അടുത്ത ദേവതയുടെ അടുത്ത് അല്ലേ. അപ്സു ആരാ? ജലം. ബാക്കി ആരുടെ അടുത്തെയും തോൽക്കില്ല അല്ലേ. നമ്മൾ തൃണാവർത്തൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കേനോപനിഷത്തിൽ പഠിച്ച തന്നെ തൃണത്തിൻ്റെ കഥയും ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. ആ പുല്ലിനെ എരിച്ചു കളയാൻ വരുന്ന അഗ്നിദേവത വരുന്നത്. അപ്പോൾ അഗ്നിയുടെ സ്വഭാവം ഇതാണ്, എന്താണ് ദാഹ ശക്തിമാൻ. അഗ്നിയുടെ ശക്തി എന്ന് പറയുന്നത് ദാഹകമാണ്. ദാഹകം, ദാഹകം ദയയുടെ ദായാണ്, ദയാന്ന് നമ്മൾ എഴുതില്ലേ, ആ ദാഹക ശക്തിമാൻ. എന്ത് കൊടുത്താലും അഗ്നിയുടെ ദാഹം മാറില്ല, അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ടേ, അതാണ് ഒരു ഗുണം. പിന്നെ ഇവിടെ മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കിൽ സ്വാമിജി പറയുന്നത് എന്താണ്, തന്നിൽ അർപ്പിക്കുന്ന ഹവിസിനെ സഹിക്കുന്നവൻ. ഇവിടെ സഹിക്കുക എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, സ്വീകരിക്കുന്നവനാണ്. എന്ത് ഹവിസ് അർപ്പിച്ചാൽ, അതായത് ഹവിസ് അർപ്പിക്കുക എന്ന് വെച്ചാൽ എന്തൊക്കെ നമ്മൾ അഗ്നിക്ക് സമർപ്പിച്ചാലും അതിനെയൊക്കെ സഹിക്കുക എന്ന് പറയാം. അയ്യോ എനിക്കിത് കിട്ടിയല്ലോ എന്നുള്ള സഹനശക്തിയല്ല ഇവിടെ സഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ എഴുതിക്കോളൂ, സ്വീകരിക്കുക എന്നാണ്. 7ാമത്തെ മന്ത്രത്തിൽ പേജ് നമ്പർ 125, മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്ക് പേജ് നമ്പർ 125 വിഷാസഹി, എന്താണ് തന്നിൽ അർപ്പിക്കുന്ന ഹവിസിനെ സഹിക്കുന്നവൻ, അതായത് തന്നിൽ അർപ്പിക്കുന്ന ഹവിസിനെ സ്വീകരിക്കുന്നവൻ എന്ന് എഴുതണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ നമുക്ക്. എല്ലാറ്റിനെയും സഹിക്കാന്നത് സ്വീകരിക്കുക. ഇവിടെ ഹവിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്നി പണ്ടത്തെ കാലത്ത്, ഇത് കാരണം ഇത് ഏത് ത്രേതായുഗത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അന്നത്തെ കാലത്ത് അഗ്നിദേവത ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഹോമകുണ്ട അഗ്നിദേവതയാണ് പറയുന്നത്, അല്ലാണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന അഗ്നിയല്ല പറയുന്നത്. അതും അഗ്നി തന്നെ, അഗ്നിയുടെ മറ്റൊരു രൂപം തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന അഗ്നി എന്നതുകൊണ്ട് പറയുന്നത്, അല്ലെ വിഷാസഹി എന്ന പര്യായം ഉദ്ദേശിക്കുന്നത് ഹോമകുണ്ട അഗ്നിയാണ്. കാരണം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എല്ലാ വീട്ടിലും ദിവസവും അഗ്നിഹോത്രാദി ഹോമങ്ങൾ ചെയ്തിരുന്നു, എന്നും ചെയ്തിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു നമ്മൾക്ക്. പിന്നീട് കാലാന്തരത്തിൽ വന്ന മാറ്റം കൊണ്ട് അതൊക്കെ ഇല്ലാണ്ടായി പോയത്. അപ്പം അതുകൊണ്ട് വിഷാസഹി എന്ന് ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ ഹോമകുണ്ടമാണ് കാണുന്നത്. എല്ലാ വീട്ടിലും രാവിലെ അഗ്നിഹോത്രം എന്ന ഹോമം ചെയ്തതിന് ശേഷമാണ് ആ അഗ്നിയാണ് പാചകത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലാണ്ട് വീട്ടിൽ പാചകം പോലും ചെയ്യില്ല. ഇപ്പോഴെങ്ങനെയാണ്, നേരെ തിരിച്ചാണ്, പാചകമാണ് തുടങ്ങുന്നത് അല്ലേ. അന്നവിചാരം മുന്നവിചാരം, അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പോൾ ഇത് പറയുന്നത് വിഷാസഹി എന്ന് പറയുന്നത് ആ അഗ്നി കുണ്ടമുണ്ടല്ലോ, ഹോമകുണ്ടത്തിലെ അഗ്നിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, അഗ്നിദേവത നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുകയാണ് ഹോമകുണ്ടത്തിൽ. അപ്പം അജാതശത്രു പറയുകയാണ്, ഈ ഹോമകുണ്ടം കാണുമ്പോൾ ഞാൻ ആരെയാണ് ഓർക്കുന്നത്, പരമാത്മാവിനെയാണ് ഓർക്കുന്നത്. എങ്ങനെയാണ് ഓർക്കുന്നത്, ഭഗവാന്റെ വിഷാസഹി എന്ന ലക്ഷണത്തെയാണ് ഞാൻ ഓർക്കുന്നത്. കാരണം എന്താ, എന്ത് തന്നിലേക്ക് അർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും അല്ലേ. നമ്മൾ ചീത്ത പറഞ്ഞോളും അത് സ്വീകരിക്കും, നല്ലത് കൊടുത്തോളും അത് നമ്മൾ 1 രൂപ നാണയം കൊടുത്തോളും അതും സ്വീകരിക്കും, 1 ലക്ഷം കൊടുത്തോളും അതും സ്വീകരിക്കും അല്ലേ. തുല്യ നിന്ദ സ്തുതിർമൗനി, തുല്യത
അതാണ് സ്വീകരിക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാറ്റിനെയും തുല്യമായി കാണുക, എന്ത് അർപ്പിച്ചാലും അതിനെ സ്വീകരിക്കുക. അത് അഗ്നിദേവതയുടെ ഗുണമല്ല, പരമാത്മാവിൻ്റെ ഗുണമാണ്. അതുകൊണ്ട് അഗ്നിയെ കാണുമ്പോൾ ഞാൻ ഈ ലക്ഷണത്തോടു കൂടി, ഏത് ലക്ഷണം? വിഷാസഹി എന്ന ലക്ഷണത്തോടു കൂടിയ ഈശ്വരനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്? സഹയഃ ഏതമേവ ഉപാസ്തെ. ആരാണോ, ഏതൊരു സാധകനാണോ ഈ ലക്ഷണങ്ങളോടുകൂടി ഉപാസിക്കുന്നത് അവർക്ക് എന്താണ് ഫലം? വിഷാസഹി ഹാ ഭവതി. അവരും വിഷാസഹികളായി മാറുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവർക്കും എന്തിനേയും സഹിക്കുവാനുള്ള സ്വഭാവശീലരായി മാറുന്നു. ഒന്നുകൂടെ പറയാവേ, അവർ എന്തിനേയും സഹിക്കുവാനുള്ള, സ്വീകരിക്കുവാനുള്ള സ്വഭാവശീലരായി മാറുന്നു. ആര്? ഉപാസകർ. ആരാണോ അഗ്നിയെ കാണുമ്പോൾ, അഗ്നി എങ്ങനെയാണോ നമ്മൾ എന്ത് ഹവിസർപ്പിച്ചാലും അതിനെയൊക്കെ തുല്യമായി സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ ആര് ഉപാസിക്കുന്നോ ഈ ലക്ഷണത്തോടുകൂടി അവർ എന്ത് സ്വഭാവം മാറും? അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? അവരും എല്ലാറ്റിനെയും സഹിക്കുക, സ്വീകരിക്കുക എന്ന ഭാവം. അതാണ് സാധകന് ഉണ്ടാകുന്ന മാറ്റം. നമുക്കും അതാണ് വേണ്ടത്, സഹനശീലം അല്ലേ. പിന്നെ എന്താണ്? എന്തിനേയും സ്വീകരിക്കുവാനുമുള്ള, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് ഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ള നിരാശയില്ലാതിരിക്കുക. അതാണ് സ്വീകരിക്കൽ എന്ന മനോഭാവം. എനിക്ക് ഭഗവാൻ എൻ്റെ പ്രാരബ്ധം ഒടുങ്ങുമ്പോൾ അതിൻ്റെ ഫലം എൻ്റെ അനുഭവത്തിലുണ്ടാകും എന്ന ക്ഷമ അല്ലേ. അത് അധികാരത്തിൻ്റെ ഒരു ഗുണമാണ് അല്ലേ. സാധനചതുഷ്ട എന്ന അധികാരത്തിൻ്റെ ഒരു ഗുണമാണ് ക്ഷമ എന്നത് അല്ലേ. ശമദമാദി സമ്പത്തി നമ്മൾ പഠിച്ചില്ലേ? ഇന്ദ്രിയ നിഗ്രഹണം, മനോനിഗ്രഹണം ഇത്യാദി. എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും? ക്ഷമയുള്ളവന് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. വിഷാസഹി ഹാ ഭവതി. അവർ വിഷാസഹികളായി മാറുന്നു. അതായത് സീറോ കംപ്ലൈൻറ്റ്. വളരെ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവർക്ക് ഒന്നിനും ഒരു പരാതിയില്ല, എല്ലാം സഹിക്കുക. നമ്മളെ കളിയാക്കുന്നവരോടും പരാതിയില്ല, സ്തുതിക്കുന്നവരോടും പരാതിയൊന്നുമില്ല, അല്ലെങ്കിൽ കൂടുതലും സ്നേഹവുമില്ല. ആ ഭാവത്തിലെത്തുന്നു. അടുത്ത എന്താണ്? അവരുടെ പ്രജകൾ വിഷാസഹി ഹാ അസ്യ. ആരാണോ വിഷാസഹികളായി മാറുന്നത്, ഹ അസ്യ അവരുടെ പ്രജാഭവതി, അവരുടെ പ്രജകളും സന്തതി പരമ്പരകളും ഈ സ്വഭാവശീലമുള്ളവരായി മാറുന്നു. അതായത് അവരുടെ കുലം ഈ സ്വഭാവത്തെ, നമ്മൾ പറയില്ല ജെനറ്റിക് എന്നൊക്കെ പറയില്ല, അത് കിട്ടും അവർക്ക്. ജനിക്കുമ്പോഴേ എന്താ ക്ഷമയോടുകൂടി, സഹനശക്തിയോടുകൂടി അല്ലേ, ആസുരിക ഗുണങ്ങളില്ലാണ്ട് അവരുടെ പരമ്പരകളും അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള പുത്രനോ പുത്രിയെ ഇവർക്ക് ജനിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് വിശേഷം. അല്ലാത്ത ആസുരപുത്രന്മാർ ജനിക്കുകയില്ല ആ കുലത്തിൽ അല്ലേ. എന്താണ് കാരണം? ഈ പരമ്പര തുടരുക, ആ പവിത്രത കാത്തു സൂക്ഷിക്കാനുള്ള പരമ്പര ഉണ്ടാകും. അവർക്ക് ദുഃഖം ഉണ്ടാവില്ലെന്ന്. കാരണം ഇവരിത്രയൊക്കെ ഉപാസന ചെയ്തിട്ട് പ്രായമാകുമ്പം പുത്രപൗത്രാദികളെ കൊണ്ട് ദുഃഖമാണെങ്കിലോ അല്ലേ. അപ്പോൾ ഉപാസനയ്ക്കുള്ള ശ്രദ്ധ കുറയും, ഉപാസനയോടുള്ള വിശ്വാസം കുറയും അല്ലേ. ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് അവർക്ക് തുടരുവാൻ സാധിക്കും ഉപാസന. അടുത്ത പരമ്പരയിലേക്കും ആ ഉപാസന പകർന്നു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ച എന്തൊരു സുഖമാണ്. ഞാൻ പല വീടുകളിലും ചില അമ്മമാരൊക്കെ അവരുടെ അമ്മ എഴുതിയ പുസ്തകം, അവരുടെ നോട്ട്, അവരുടെ അമ്മയോ അച്ഛനോ ഒക്കെ പഠിച്ച ഗ്രന്ഥങ്ങൾ കാണിക്കുമോ, അവരുടെ കൈപ്പടയിൽ എഴുതിയ
ബുക്കുകളൊക്കെ കാണിക്കും. ഇപ്പം എന്തൊരു സന്തോഷമാണെന്ന് അവർക്കത് കാണിക്കുമ്പോൾ. കാരണം എന്താ, എൻ്റെ അച്ഛനമ്മമാരിങ്ങനെയായിരുന്നു, അല്ല എൻ്റെ പരമ്പര അതാണ് എനിക്ക് കിട്ടിയത്, ആ വാസനയാണ്. പലരും പറയാറുണ്ട്. എന്തൊരു സന്തോഷമാണത്. അങ്ങനെയുള്ള പ്രജകളാൽ, സഹനശീലരുള്ള, സ്വീകരണ മനോഭാവമുള്ള സന്തതി പരമ്പരകളാൽ അവർ തൃപ്തരാകും. അതാണ് പറയുന്നത് അവാന്തര ഫലം. ഇനി നമുക്ക് ഇതിലൊക്കെ പഠിച്ചല്ലോ. അതായത് നമ്മളിപ്പോൾ ഏഴ് മന്ത്രം വരെ എത്തി. അടുത്ത അപ്സുവിനെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിത്യനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, വിദ്യുതി പറഞ്ഞു, പിന്നെ ആകാശം പറഞ്ഞു, വായു പറഞ്ഞു, അഗ്നി പറഞ്ഞു. ഇനി ജലം പറയുന്നു. അല്ല, അടുത്തത് ജലമാണ്. അപ്പം ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഈ ദേവതകളെ മാത്രമാണ് ആര്, നമ്മുടെ ബാലാകി ഉപാസിച്ച് വന്നത്. ഓരോരുത്തരെയും മാറി മാറി ഉപാസിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബാലാകിക്ക് ഇവരിലൊക്കെ ഉപാസന ചെയ്തിട്ടും യഥാർത്ഥ ഫലം കിട്ടാൻ? കാരണം മാറി മാറി കളിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം, അല്ലെ ഉണ്ടാകണം. ഒന്നുകൂടെ പറയാം. ഈ ആദിത്യൻ മുതൽ ഇവിടെ അഗ്നി വരെ, ഇനിയുണ്ട് അപ്സു, ഓരോന്നും വരുന്നുണ്ട്. ഇവരെയൊക്കെ ഉപാസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗാർഗ്യൻ ഒന്നിൽ ഉറച്ചു നിൽക്കാത്തത്? ഒന്നാമത്തെ കാരണം നമ്മളൊക്കെ കണ്ടതാണ്, ഒന്നാമത്തെ മന്ത്രത്തിൽ കണ്ടതാണ്. ഗാർഗ്യൻ എന്നത് ഗർവിഷ്ഠനായിരുന്നു, അല്ലേ? അഹങ്കാരത്തോടു കൂടി പഠിക്കുന്നിടത്ത് വിദ്യ ഇരിക്കില്ല. അത് പ്രഥമ കാരണം നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാരണവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്താണ്? ഇതൊക്കെ പരിമിതരായ ദേവതയെ ഉപാസിക്കുകയാണ്. ദേവതകളെയാണ് ഉപാസിക്കുക. ആദിത്യൻ എന്ന ദേവത, ചന്ദ്രൻ എന്ന ദേവത, അഗ്നി എന്ന ദേവത, വായു എന്ന ദേവത, ഇവരെയാണ് ഉപാസിക്കുന്നത്. ദേവതാ ഉപാസനയാണ് ഗാർഗ്യൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ദേവതകൾ പരിമിതരാണ്. അതുകൊണ്ട് ഗാർഗ്യനും എന്താണ്? പരിമിതമായ ഫലവേ കിട്ടുകയുള്ളൂ. അതൊരു കാരണം. ഇനി മറ്റൊരു കാരണം, മൂന്നാമത്തെ കാരണമുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടില്ല, എഴുതിക്കോളൂ. ദേവതകളുടെ മറ്റൊരു ഗുണമാണ്, ദേവതയാണല്ലോ ഉപാസിച്ചത്. അപ്പോൾ ദേവതകളുടെ ഈ ഗുണം കൊണ്ടാണ് ഗാർഗ്യൻ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്. ആ ഗുണമാണ് ക്ഷണപ്രധ്വംസി. ക്ഷണപ്രധ്വംസി വേണ്ടവരെഴുതു. അറിയില്ല ഇനി ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഇപ്പം പറയുന്നു. വെറുതെ എഴുതി വെച്ചോളൂ. എപ്പോഴേലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ കിടക്കും. ദേവതയുടെ മറ്റൊരു ഗുണമാണ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല ഈ വാക്ക് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ പറയാൻ പേടിയായത്. ഇപ്പം പിന്നെ നിങ്ങൾ ബൃഹദാരണ്യം വരെ എത്തിയോണ്ട് ഒരു ധൈര്യം വന്നു എല്ലാം പറയാൻ. അതുകൊണ്ട് പറയുകയാണ്, ദേവതയുടെ മറ്റൊരു ഗുണമാണ് ക്ഷണപ്രധ്വംസി. പ്രധ്വംസി, ക്ഷണപ്രധ്വംസി. ധ്വംസി പ്രകർഷണം, പ്രധ്വംസി, ക്ഷണപ്രധ്വംസി. അതായത് നിരന്തരം മാറ്റത്തിന് വിധേയമാകുന്നത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ക്ഷണം ക്ഷണം ധ്വംസനം ഭവതി. അതാണ് ക്ഷണം എന്ന് വെച്ചാൽ നിരന്തരം. ക്ഷണം ക്ഷണം ധ്വംസനം ഭവതി. നിരന്തരം മാറ്റത്തിന് വിധേയരാകുന്നതാണ് ദേവതകളുടെ സ്വഭാവം. നമ്മളും അങ്ങനെ തന്നെ. ഇപ്പം ഇവിടെ ദേവതയെ ഉപാസിക്കുന്നതുകൊണ്ട് ദേവതകളുടെ സ്വഭാവം എന്ന് പറയുന്നു. നമ്മളെല്ലാവരും ക്ഷണപ്രധ്വംസികളാണ്. ജീവചരാചരങ്ങൾ മുഴുവൻ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അത് പല മാറ്റങ്ങൾ, അല്ലേ? അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അവക്ഷിയതേ എന്ന വലിയൊരു മാറ്റം.
പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, സത്വരജ തമോ ഗുണത്തിലുണ്ടാകുന്ന മാറ്റം, അങ്ങനെ എപ്പോഴും മാറ്റത്തിന് കാലത്തിനുണ്ടാകുന്ന മാറ്റം, സമയത്തിനുണ്ടാകുന്ന മാറ്റം, ദിക്കുകൾക്കുണ്ടാകുന്ന മാറ്റം, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. അപ്പം ദേവതയും ക്ഷണപ്രധ്വംസിയാണ്. പക്ഷെ പരമാത്മാവ് ആരായിരിക്കും? അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ക്ഷണ അപ്രധ്വംസി, ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്തതാരായാലും ഈശ്വരൻ. ആ ഈശ്വരനെയാണ് അജാതശത്രു ഉപാസിക്കുന്നത്. പക്ഷെ ഗാർഗ്യൻ ആരെയെ ഉപാസിച്ച്? ഈ നിരന്തരം മാറ്റത്തിന് വിധേയനായിരിക്കുന്ന ദേവതകളെയാണ് ഉപാസിച്ചത്. അതുകൊണ്ട് ഫലവും മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ദേവതകളുടെ ഒരു ഗുണമാണ് ക്ഷണപ്രധ്വംസി, നിരന്തരം മാറ്റത്തിന് വിധേയമാകുക എന്നത്. ആ ദേവതയെ ഉപാസിച്ചാൽ ഫലവും ക്ഷണികമായിരിക്കും. അത് ഫലവും അനിത്യമായിരിക്കും. അതുകൊണ്ടാണ് ഗാർഗ്യന് ഒന്നിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത്. ഇപ്പം എന്തിനു വേണ്ടി ഈ ലക്ഷണം പറഞ്ഞു? അജാതശത്രു നമ്മളോട് പറയുകയാണ്, നാം അങ്ങനെ ആവരുത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലവും അങ്ങനെയായിരിക്കും, ക്ഷണികമായ ഫലമായിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറയും. ഇപ്പം ഇന്ന് എത്രയാ ഡേറ്റ്? ഇന്ന് 27 അല്ലേ? ഇന്ന് നിങ്ങൾ ചന്ദ്രൻ, ഇപ്പം മാർച്ച് 27, 2025, ഇന്ന് ചന്ദ്രദേവത നിൽക്കുന്ന ആ സ്ഥാനമായിരിക്കില്ല മാർച്ച് 27, 2026. ഒരു മില്ലിമീറ്ററെങ്കിലും സ്ഥാനഭ്രംശം സംഭവിക്കും. 2027 മാർച്ച് 2024 ചന്ദ്രദേവത കണ്ട സ്ഥാനത്തല്ല ഇന്ന് കാണുക. വളരെ നാരോ ആണ്, മൈന്യൂട്ടായിട്ടുള്ള മാറ്റമാണ്. പക്ഷെ മാറ്റത്തിന് വിധേയമാണ്. ഭൂമി തന്നെ അല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഭൂമി എന്നത് ദേവതയാണ്, അത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല, അത് ചർച്ച ചെയ്യാൻ പോയ വലിയൊരു സബ്ജക്റ്റാണത്. പക്ഷെ ആധുനിക ശാസ്ത്രം പോലും, മോഡേൺ സയൻസ്, അവർ പോലും അംഗീകരിച്ചിട്ടുണ്ട്. ആസ്ട്രോഫിസിക്സിൻ്റെയൊക്കെ ആർട്ടിക്കിൾ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാറിക്കൊണ്ടേയിരിക്കും. ആ ഗ്രഹങ്ങളുടെ മാറ്റം നമുക്ക് തന്നെ അറിയാം. ഗ്രഹങ്ങൾ ദേവതയാണ്, എപ്പോഴും അവർ ക്ഷണപ്രധ്വംസികളാണ്. അവർക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ പ്ലൂട്ടോ എവിടെ? പണ്ട് മൂപ്പരെ എത്ര കാര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നതാണ് സൗരയൂഥത്തിൽ, അല്ലേ? ഇപ്പം എവിടെ? ഒരു സ്ഥാനവുമില്ല, എടുത്തു കളഞ്ഞു. ക്ഷണപ്രധ്വംസി, മാറ്റത്തിന് എത്ര കാലം മുമ്പ് നമ്മുടെ മഹാത്മാക്കൾ പറഞ്ഞതാണത്. പക്ഷെ ഇപ്പോൾ സയൻസ് അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, ഇവർ അപരിമിതരാണ്, അതുകൊണ്ട് ഇവരെ ഉപാസിക്കരുത്. അല്ല, പരിമിതരാണ്, ഇവരെ ഉപാസിക്കരുത്. അപരിമിതനായ പരമാത്മാവിലേക്ക് ശ്രദ്ധിക്കൂ, അതിനെ ഉപാസിക്കൂ. അതാണ് അജാതശത്രു ഇവിടെ നമുക്ക് പല പല ലക്ഷണങ്ങളോടുകൂടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വാക്ക് ഓർക്കുക, മനനം ചെയ്യുക. ക്ഷണപ്രധ്വംസി. അപ്പോൾ ഇനിയുള്ളതൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. 8ാമത്തെ മന്ത്രം. ഇനി എളുപ്പമാണ്. അപ്സു, അടുത്ത ആൾ വരുന്നേ ഉള്ളൂ. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അപ്സു പുരുഷഃ. അപ്സു എന്ന് വെച്ചാൽ ജലം. ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമായേതസ്മിൻ സംവദിഷ്ടാഃ പ്രതിരൂപ. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്ത് എഴുതണം? ബ്രഹ്മലക്ഷണഃ. പ്രതിരൂപ. പ്രതിരൂപം എന്നും പറയാം കേട്ടോ. പ്രതിരൂപ ഇതി. വാ അയം അഹം ഏതം ഉപാസ ഇതി. അവിടെ വിരാമം, ഫുൾ സ്റ്റോപ്പ്. പ്രതിരൂപ ഇതി വാ അഹമേത ഉപാസ ഇതി. സഹ യഹ ഏതമേവ ഉപാസ്തേ
പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് മുഖ്യഫലം എന്ന് എഴുതുക. എവിടെ? പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി എന്നുള്ളിടത്ത് എഴുതണം മുഖ്യഫലം. അവർക്ക് കിട്ടുന്ന പ്രഥമ ഫലം പറയുകയാണ്. സഹ യഹ ഏതമേവ ഉപാസ്തേ പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. അടുത്തത് ന അപ്രതിരൂപം അധഃ പ്രതിരൂപഃ അസ്മാത് ജായതേ. പൂർണ്ണവിരാമം. ന അപ്രതിരൂപം കോമ അധഃ പ്രതിരൂപഃ അസ്മാത് ജായതേ. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ട് അവാന്തര ഫലം, അവർക്ക് വന്നു ചേരുന്ന ഫലം. ഉപാസനയുടെ ഫലമാണ് മുഖ്യഫലം. ഉപാസനയിൽ നിന്നും അവർക്ക് വന്നു ചേരുന്ന ഫലം, അവരാഗ്രഹിക്കാതെ അവരിച്ഛിക്കാതെ അവരെ തേടി വരുന്ന ഫലം. അതാണ് ന അപ്രതിരൂപം അധഃ പ്രതിരൂപഃ അസ്മാത് ജായതേ. അവാന്തര ഫലം അത്രയുണ്ട്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അപ്സു പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. ഇതി അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ പ്രതിരൂപ ഇതി വാ അഹമേതം ഉപാസ ഇതി. സഹ യഃ ഏതമേവ ഉപാസ്തേ പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. ന അപ്രതിരൂപം അധഃ പ്രതിരൂപഃ അസ്മാത് ജായതേ. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം അപ്സു പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ പ്രതിരൂപ ഇതി വാ അഹമേതം ഉപാസ ഇതി. സഹ യഃ ഏതമേവ ഉപാസ്തേ പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. ന അപ്രതിരൂപം അധഃ പ്രതിരൂപഃ അസ്മാത് ജായതേ. അടുത്ത എന്താണ്? അപ്സു പുരുഷഃ സഹോവാച ഗാർഹ്യൻ. അല്ല, അപ്പം ആ ചിത്രം ഉണ്ടായിരിക്കണം. എന്ത് ചിത്രം? സഭാമണ്ഡപം, അജാതശത്രു എന്ന കാശി രാജാവ്, ബാലാഹി എന്ന ഗർവിഷ്ഠൻ. അദ്ദേഹം പറയാണ്, അല്ല അല്ല അല്ല, ഞാൻ എന്താ ചെയ്യുന്നത്? യഹ ഏവ അയം അപ്സു പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ. ജലത്തെയാണ് ഞാൻ ബ്രഹ്മനായി ഉപാസിക്കുന്നത്. ജലം കാണുമ്പോൾ അല്ലേ, അല്ലെ ജലത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, ജലം കുടിക്കുമ്പോൾ, ജലത്തിൽ കുളിക്കുമ്പോൾ, ജലം കണ്ണുകൊണ്ട് കാണുമ്പോൾ, അല്ലേ, നദി കാണുമ്പോൾ, അപ്പോൾ മാത്രമാണ് ഞാൻ ഉപാസന നടത്താറ്. അല്ലേ, ജലമാണ് എൻ്റെ ഉപാസ്യ ദേവത, വേറെ ഒന്നുമില്ല. ഇവരെല്ലാം ഉപേക്ഷിച്ച്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരെയും ഉപേക്ഷിക്കുകയാണ്. ആദിത്യനെ ഉപേക്ഷിച്ച് ചന്ദ്രനെ പിടിച്ചു, ചന്ദ്രനെ ഉപേക്ഷിച്ച് അഗ്നിയെ പിടിച്ചു, വായുവിനെ പിടിച്ചു, ഇവരെയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം എവിടെ എത്തി? ജലദേവതയിലെത്തി. അപ്പം എന്ത് പറഞ്ഞു? സഹോവാച അജാതശത്രുഃ മാമായേതസ്മിൻ സംവദിഷ്ഠ. അദ്ദേഹത്തിൻ്റെ നിലപാടിനൊരു മാറ്റമില്ല. സ്ട്രാറ്റജി എന്ന് പറയും അതിന്. അതാണ് നമ്മൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. നമുക്ക് ഇളക്കം സംഭവിക്കാൻ പാടില്ല. അജാതശത്രുവിൻ്റെ വലിയൊരു ക്വാളിഫിക്കേഷനാണിത്. അദ്ദേഹത്തിൻ്റെ നിലപാടിനൊരു മാറ്റവും ഇല്ല. അല്ലേ, അയ്യോ ഞാനിങ്ങനെ ഗർവത്തോടു കൂടി പറഞ്ഞാൽ ബാലാഹിക്ക് സങ്കടമാവുമോ? അല്ലേ, അല്ല അദ്ദേഹത്തിന് സഭാമണ്ഡപത്തിൽ വന്ന് 1000 പശുക്കളെയൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഞാൻ പരിഹസിക്കുന്നതിന് തുല്യമാകുമോ? ഇത്യാദി ഒരു ചിന്തയില്ല. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരണ്ട. കാരണം അല്ലേ, ഞാൻ ആരാണ്?
പ്രതിരൂപ ഇതിവാ അഹമേത ഉപാസ. അല്ലേ, പ്രതിരൂപനെയാണെന്ന് ഞാൻ ഉപാസിക്കുന്നത്. പ്രതിരൂപൻ എന്ന് വെച്ചാൽ പരമാത്മാവിൻ്റെ ലക്ഷണമാണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഞാൻ മന്ത്രം ചൊല്ലാം, നിങ്ങൾ നാളെ കണ്ടുപിടിക്കണം. കുറേ ദിവസമായി ഹോംവർക്കൊക്കെ തന്നിട്ട് നമ്മൾ പഠിച്ചതാണ്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. ബാക്കി ഞാൻ പറയില്ല, ടൂണ് പറഞ്ഞു തരാം, അപ്പം നിങ്ങൾ കണ്ടുപിടിക്കും. ഏകോ വശി സർവഭൂതാത്മ ഭൂതേഷു ആത്മാ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. അത്രയും പറയാം, കണ്ടുപിടിക്കും. ഇല്ല, കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനനം ചെയ്താൽ മതി. അല്ലേ, നമ്മൾ പഠിച്ചാണ് പ്രതിരൂപം. വിട്ടേര്, ഓർക്കുന്നില്ല, വിട്ടേര്. ഇവിടെ പറയുന്നു, ഞാൻ പ്രതിരൂപനെയാണ് ഉപാസിക്കുന്നത്. ഇനി പ്രതിരൂപം എന്തെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് മുഖ്യ ഫലത്തിലേക്ക് പോകാം. ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് അവർ പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. അവർ പ്രതിരൂപ ലക്ഷണത്തോടു കൂടിയ പരമാത്മാവിനെ ഉപഗച്ഛതി എന്ന വാക്കിൻ്റെ അവിടെ എഴുതിക്കോളൂ. ഭവതി ഓർ ലഭതി എന്നാണ്. ടു അറ്റൈൻ എന്നാണ് ഉപഗച്ഛതി എന്ന വാക്കിൻ്റെ അർത്ഥം. ടു അറ്റൈൻ, അവർ അറ്റൈൻ ചെയ്യും, നേടിയെടുക്കും, അവരവിടെ എത്തും എന്നുള്ള അർത്ഥമാണ് ഉപഗച്ഛതി എന്നത്. എഴുതിയോ? ഓക്കെ. ഇനി പ്രതിരൂപം എന്ന വാക്കിന് 8ാമത്തെ മന്ത്രം എടുക്കുക. എന്താണ്? മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കിൽ 126ാമത്തെ പേജിൽ അനുരൂപൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ, അതായത് ഇവിടെ പരമാത്മാവിൻ്റെ ലക്ഷണം പറയുകയാണ്. അനുരൂപൻ, പ്രതിരൂപൻ ഇത്യാദികൾ ഈശ്വരൻ്റെ ലക്ഷണമാണ്. നമ്മൾ അക്ഷരനും നിരഞ്ജനും നിരാമൻ എന്നൊക്കെ പലയിടത്തും പഠിച്ചതുപോലെ തന്നെ ഇവിടെ ലക്ഷണം പറയുകയാണ്. പ്രതിരൂപൻ. പ്രതിരൂപൻ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലമാണുള്ളതല്ലേ. അല്ലേ, അത് ഭൂമി എടുത്തോളൂ, 1/3 അല്ല 2 ഭാഗം ജലമാണ്. അല്ലേ, നമ്മുടെ ശരീരം എടുത്തോളൂ, 70-80% ജലമാണ്. അല്ലേ, പറയണത് ശരിയല്ലേ? അല്ലേ, ജലരൂപമാണ്. ജലരൂപമാണ് നമ്മുടെയൊക്കെ ശരീരം. ജലം ആരുടെ സൃഷ്ടിയാണ്? ആകാശാദ് വായോ, വായോരഗ്നി, അഗ്നിരാപഹ. ആപഹ എന്ന് വെച്ചാൽ ജലം. അല്ലേ, പഞ്ചമഹാഭൂതത്തിൽ ആകാശം, വായു, അഗ്നി, ജലം, ചതുർത്ഥഭൂതമാണ് ജലം എന്നത്. ആ ചതുർത്ഥഭൂതമാണ് നമ്മുടെയൊക്കെ ശരീരത്ത് പ്രാഥമികമായും ഉള്ളത്, അല്ലെങ്കിൽ കൂടുതലായും ഉള്ളത്. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കണേ, അജാതശത്രു പറയുകയാണ്, ഏത് രൂപം കാണും. ഇവിടെ രൂപം, പ്രതിരൂപമില്ലേ, ഇവിടെ രൂപം എന്ന് വെച്ചാൽ ജീവാത്മാ എന്നുള്ള അർത്ഥമാണ്. ഏതു രൂപം കാണുമ്പോഴും ജലനിർമ്മിതമാണല്ലോ നമ്മുടെയൊക്കെ ശരീരം. ആ ഏത് ജലനിർമ്മിതമായ ഏത് രൂപം കാണുമ്പോഴും അല്ലയോ ഗാർഗ്യ, ഞാൻ അതിൽ പ്രതിരൂപനായിരിക്കുന്നു. പ്രതി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിബിംബിക്കുന്നത്. രൂപം എന്ന വാക്കിൻ്റെ അർത്ഥം ജീവാത്മാ, പ്രതി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിബിംബിക്കുന്നത്. എഴുതിക്കോളൂ, എന്നിട്ട് പറയാം. രൂപം എന്ന വാക്കിൻ്റെ അർത്ഥം, ഇവിടുത്തെ അർത്ഥം, പല അർത്ഥമുണ്ട് കേട്ടോ. രൂപം എന്ന് വെച്ചാൽ ഷേപ്പ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, അതല്ല. ഇവിടുത്തെ അർത്ഥം ജീവാത്മ. പ്രതി എന്ന വാക്കിന് ഇവിടുത്തെ അർത്ഥം പ്രതിബിംബിക്കുന്നത്. അപ്പോൾ എന്താണ് അജാതശത്രു പറയുന്നത്? അല്ലയോ ഗാർഗ്യ, അങ്ങ് വെള്ളം കാണുമ്പോൾ മാത്രമല്ല ഈശ്വരനെ ഓർക്കുന്നത്, അല്ല ഈശ്വരനെ ഉപാസിക്കുന്നത്. അങ്ങനെയല്ല. ഈശ്വരൻ എല്ലാ രൂപത്തിലും എല്ലാ ജീവാത്മാക്കളിലും പ്രതിബിംബിച്ചിരിക്കുന്നു. ആ ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലേ, എല്ലാ ശരീരത്തിലും
പഞ്ചമഹാഭൂത നിർമ്മിതമാണ്. അതിൽ നമ്മുടെയൊക്കെ ശരീരം ജലമാണ് അധികമായിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, എന്താണ് ത്രിവിത്കരണം, പഞ്ചീകരണമൊക്കെ? അത് തന്നെ അല്ലേ. ത്രിവിത്കരണം എവിടെയാണ് പഠിച്ചത്? ചാന്തോക്യോപനിഷത്ത്. ത്രിവിധം ത്രിവിധം ഏകൈക ഭവതി അല്ലെ. പഞ്ചീകരണം പഠിച്ചില്ല തത്വബോധത്തിലും വിവേക ചൂടാമണിയിലും ഒക്കെ? അതൊക്കെ വിട്ടുതരും. നമ്മുടെയൊക്കെ ശരീരം അപഞ്ചീകൃത പഞ്ചമഹാഭൂതേഹി കൃതം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അത് തന്നെ. അതായത് പഞ്ചീകരണം എന്ന് വെച്ചാൽ പഞ്ചമഹാഭൂതത്തിലൂടെ ഉണ്ടായത്. അതിൽ നമ്മളൊക്കെ എന്താണ്? ജലമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോഴിവിടെ പറയുന്നത്, നീ വെള്ളം കാണുമ്പോൾ മാത്രമല്ലേ ഗാർഗ്യ ഈശ്വരനെ ഉപാസിക്കും. ഞാൻ അങ്ങനെയല്ല, എല്ലാ രൂപത്തിലും. നമ്മളെ ഒന്നും കാണുമ്പോൾ ജലം കാണുന്നില്ല അല്ലേ. നമ്മളെയൊക്കെ ഈ മാംസപിണ്ഡമാണ് കാണുക. പക്ഷെ ഗാർഗ്യനോട് പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല, എല്ലാ രൂപവും. അത് ജലം പ്രാധാന്യമുള്ള രൂപങ്ങൾ നമ്മൾ എവിടെയൊക്കെ കാണുന്നു. അത് മൃഗങ്ങളായിക്കോട്ടെ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, ഏത് ജീവാത്മാവായിക്കോട്ടെ, അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അതിൽ പ്രതിബിംബിച്ചിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ജലമാണ് കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കടം വരും, അയ്യോ ഞാൻ ഇത്രയും പരിപോഷിക്കുന്ന എൻ്റെ ഈ ശരീരത്തിൽ ഇത്രയും ശതമാനം ജലമാണല്ലോ. നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ സത്യം അതാണ്. അപ്പം ഗാർഗ്യനോട് പറയുകയാണ്, ഞാൻ അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ഈശ്വരനെയാണ് കാണുന്നത്. അല്ലാണ്ട് പുഴ ഒഴുകുമ്പോൾ മാത്രമല്ല ഞാൻ ഈശ്വരനെ, വല്ല വെള്ളം കുടിക്കുമ്പോൾ മാത്രമല്ല എനിക്ക് ഈശ്വരനെ ഉപാസിക്കും. ഏത് രൂപം കണ്ടാൽ അതിലൊക്കെ, ഏത് ജീവാത്മാവിനെ കണ്ടാലും അതിലൊക്കെ ഞാൻ പ്രതിബിംബിച്ചിരിക്കുന്ന, അത് പ്രതിബിംബിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത്, ആ ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലാണ്ട് ജലം കാണുമ്പോൾ മാത്രം ഉപാസിച്ചാൽ, എപ്പോഴും നമ്മൾ ജലം കാണുന്നുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും കാണുന്നത് എന്താണ്? ഓരോ നാമരൂപങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ ഉപാസിക്കുന്നത് അല്ലേ. അതാണ് പ്രതിരൂപം എന്ന വാക്ക്. നല്ല മനോഹരമായ ലക്ഷണമാണ് പറയുന്നത്. പ്രതിരൂപം എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വര പ്രതിബിംബങ്ങളാണ് സർവ്വജീവാത്മാക്കൾ. അവരെ എല്ലാം കാണുമ്പോൾ ഞാൻ ഈശ്വരനെയാണ് ഉപാസിക്കുന്നത്. അല്ലാണ്ട് ജലമെന്ന മഹാഭൂതത്തിൽ പരിമിതനായിരിക്കുന്ന ആളല്ല ഈശ്വരൻ. ഇപ്പം ജലമില്ലാത്ത എത്ര നാടുകളുണ്ടല്ലേ. ഇപ്പം ആഫ്രിക്കയിലൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പം അവിടെയാണ് ഉപാസന ചെയ്യുന്നതെങ്കിലോ ജലം കാണാനേ ഇല്ല അല്ലേ. അപ്പോൾ ഉപാസന നടക്കുമോ? ഇല്ല. നമ്മൾ പരിമിതരായി പോവുകയാണ്. ഒരു വസ്തുവിൽ ഉപാസിച്ചാൽ നമ്മൾ പരിമിതരായി പോവുക. പരിമിതമായ ഉപാസന എന്തുണ്ടാകും? ക്ഷണപ്രധ്വംസനം എന്ന ദോഷം ഉണ്ടാക്കിത്തരും. നമോ നാരായണ. ഈ സഹയഹ ഏതമേവ ഉപാസ്തെ, ആരാണോ ഈ വിധം പരമാത്മാവിനെ എല്ലാ രൂപത്തിലും ഉപാസിക്കുന്നത്, അല്ലെ എല്ലാറ്റിലും കാണാൻ ശ്രമിക്കുന്നത്, പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി, അവരെന്തിനെയാണ് അടയുന്നത്? എന്ത് ഫലമാണ് അവർക്ക് ലഭിക്കുന്നത്? അവരെന്താണ്? പ്രതിരൂപം ഹ ഏവം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. അവർക്ക് ഉപാസന നിഷ്ഠയോടെ തുടരുവാനുള്ള പ്രാരാബ്ധം ലഭതി എന്നാണ്. അവർക്ക് ഉപാസന നിഷ്ഠയോടെ തുടരുവാനുള്ള പ്രാരാബ്ധമുണ്ടാകുന്നു. അതായത് വിഘ്നങ്ങൾ അവരെ ബാധിക്കില്ല. എല്ലാറ്റിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ഉപാസന ചെയ്യുന്നവർക്ക് ഈ വിഘ്നങ്ങൾ കുറവായിരിക്കും. നമുക്ക് വിഘ്നം വന്നാൽ നമ്മളത് അവിടെ ഇട്ടിട്ട് പോകും, അല്ല അടുത്തതിൽ കയറി പിടിക്കും അല്ലേ. എനിക്ക് ഇവിടെ സുഖം കിട്ടുന്നില്ല, അപ്പം അവിടോട്ട് ഓടും. അവിടെ സുഖം കിട്ടുന്നില്ല, അപ്പുറത്ത് പോകും അല്ലേ. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മ, അത് തന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പലതിൽ. അങ്ങനെ ഒരു അവസ്ഥ ഇവരെ. അപ്പോൾ സമയം കൊണ്ടേയിരിക്കും, നമ്മുടെ ശരീര ആരോഗ്യം നശിക്കും, നമ്മുടെ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള
ദുഃഖങ്ങൾ അവരെ ബാധിക്കില്ല. അതാണ് ഉപാസന നിഷ്ഠയോടെ തീരും. അതാണ് വേണ്ടത്, നിഷ്ഠ. അല്ലേ, നിഷ്ഠ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂറ്റി. ഉപാസന നിഷ്ഠയോടെ തുടരുവാനുള്ള പ്രാരബ്ധം ഉണ്ടാകുന്നു. ബാക്കിയുള്ള വിഘ്നാദി ദുഃഖാദി പ്രാരബ്ധങ്ങൾ മാറിക്കിട്ടും. ശരീരവ്യാധി എന്ന വിഘ്നം ഉണ്ടാവില്ല, മാനസിക ദുഃഖം എന്ന വിഘ്നം ഉണ്ടാകില്ല, പാരിസ്ഥിതിക ദുഃഖങ്ങൾ ആ വിഘ്നം ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. ഒരു താപങ്ങളും ദുഃഖങ്ങളും അവരെ ബാധിക്കില്ല. അവർക്ക് നിഷ്ഠയോടെ സാധന തുടരുവാൻ അതാണ് പ്രതിരൂപം ഹ ഏവ ഏവ ഉപഗച്ഛതി. അവരതിനെ പ്രാപിക്കും. ഇത് ഈ ഫലം. ഇതിൽ കൂടുതൽ എന്ത് ഫലമല്ല നമുക്ക് വേണ്ട, ആ നിഷ്ഠ എന്ന ഫലം. എന്നിട്ട് പറയുന്നു എന്താണ്? ന അപ്രതിരൂപം, ന അപ്രതിരൂപം അധഃ പ്രതിരൂപഃ അസ്മാത് ജായതേ. അസ്മാത് ജായതേ പ്രതിരൂപ. അതായത് അധഃ therefore, എന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ പ്രതിരൂപനിൽ നിന്ന്, അതായത് ഈ നിഷ്ഠയോടെ സാധന ചെയ്യുന്ന ഉപാസകൻ എന്താണ്? അവരുടെ സന്തതി പരമ്പരകളും അവരെ കൊണ്ട് ഒരു പ്രതികൂലമായ പ്രാരബ്ധം ഉണ്ടാവില്ലെന്ന്. അതാണ്. ഒന്നുകൂടെ പറയാം. ആരാണോ നിഷ്ഠയോടുകൂടി സാധന ചെയ്യുന്നത് അവർക്ക് എന്താണ്? പ്രതികൂലമായ, സാധനയ്ക്ക് പ്രതികൂലമായ ഒരു പ്രാരബ്ധം ഉണ്ടാവില്ല. അത് മുഖ്യഫലം. രണ്ടാമത്തെ ഫലം എന്താണ്? അവരിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരകളെ കൊണ്ടും പ്രാരബ്ധം ഉണ്ടാവില്ല. അപ്പോൾ അച്ഛൻ ഇന്ന് സാധന ചെയ്യണ്ട, എൻ്റെ കൂടെ അവിടെ വരാൻ നിർബന്ധം പിടിക്കില്ല. അല്ല, അമ്മയ്ക്ക് എപ്പോഴും പുസ്തകം മാത്രമേ ഉള്ളൂ. പല മക്കളും എൻ്റെ അടുത്ത് പരാതി പറയാറ്. ഒരമ്മേൻ്റെ മോൻ ദുബായിൽ നിന്ന് വന്നു. അപ്പോൾ എന്നെ വീഡിയോ കോൾ ചെയ്തു. എൻ്റെ അടുത്ത് ഒരു സാധനം ഒന്ന് പറ, അമ്മയ്ക്ക് എപ്പോഴും ഇതേ ഉള്ളൂ, റെസ്റ്റ് എടുക്കുന്നില്ല അമ്മ, നടക്കുന്നില്ല, അമ്മയ്ക്ക് എപ്പോഴും വായനയേ ഉള്ളൂ. ഞാൻ തകർന്നു പോയി അത് കേട്ട്. കാരണം ഞാൻ എന്താ പറയുക, കാരണം ഞാൻ എപ്പോഴും പറയുന്നത് നിഷ്ഠയോടെ സാധന ചെയ്യാം. അപ്പോൾ എന്താണ്, മക്കൾ വന്നിട്ട് വരാതെ ഇങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അധികവും ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പേര് അല്ല, അവരൊക്കെ പറയുന്ന, അവരുടെയൊക്കെ മക്കളൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. അവരൊക്കെ അനുകൂലമായിട്ടാണ് പറയുക. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഈ പ്രായത്തിൽ പഠിക്കുന്നു. കാരണം അതുകൊണ്ട് എന്താ, ഞങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല, അവരെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട, അവരവരുടെ ലോകത്ത് എന്ന് പറയും. അങ്ങനെയുള്ള മക്കളാണ് വേണ്ടത് നമുക്ക്. ഇവിടെ എന്താണ് പറയുന്നത്? അതുണ്ടാകുമെന്ന്. അതായത് സാധനയ്ക്ക് സഹായിക്കുന്ന സന്തതി പരമ്പരകളുടെ തുടർച്ച ഉണ്ടാകും. ഇതാണ് ന അപ്രതിരൂപം അധഃ പ്രതിരൂപം അസ്മാത് ജായതേ. അവരിൽ നിന്ന് ജായതേ, ജനിക്കുന്ന സന്തതി പരമ്പരകൾ എന്താണ്? സാധനയ്ക്ക് സഹായകരമായ സന്തതി പരമ്പരകളെ ജനിപ്പിക്കാൻ അവർക്ക് സാധിക്കും. എന്താണ്? ന അപ്രതിരൂപം അധഃ പ്രതിരൂപം അസ്മാത് ജായതേ. നമ്മുടെ കയ്യിലില്ലല്ലേ ഏത് മകളെ ഏത് മകൻ ജനിക്കുമെന്നൊന്നും നമ്മുടെ കയ്യിലല്ല. പ്രാരാബ്ധവശാൽ വന്നു ചേരുന്നത് സ്വീകരിക്കുക. അത് എന്താണുള്ളത്, അത് സുപുത്രനാണേലും സത്പുത്രനാണേലും ദുർപുത്രനാണേലും എന്താണേലും അല്ലേ, എന്തിനാ പുത്രൻ പുത്രി പറഞ്ഞു, എന്താണേലും നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഇവിടെ പറയുകയാണ്, പരമാത്മാ സാധന ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ എല്ലാറ്റിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ഉപാസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഫലകാംക്ഷ ഇല്ലാതെ ഏത് ഉപാസനയും ചെയ്യുന്നവർക്ക് എന്താണ്? അനുകൂലമായ സന്തതികൾ. അതിൽ കൂടുതൽ എന്ത് സുഖമാണ് വേണ്ടത്, അതുണ്ടാകും. അതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഉപാസന നിഷ്ഠയോടെ തുടരുവാനുള്ള പ്രാരബ്ധമുണ്ടാകും. രണ്ടാമത് എന്താ? നിഷ്ഠയോടെ തുടരുവാൻ സഹായകരമായ സന്തതികളുടെ പ്രാരബ്ധം ഉണ്ടാകും.
ഉപാസന നിഷ്ഠയോടെ തുടരുവാനുള്ള സന്തതികളാൽ ഉള്ള പ്രാരബ്ധമുണ്ട്. ഇത്രയും നമ്മൾ പഠിച്ചല്ലോ, 8 മന്ത്രങ്ങൾ പഠിച്ചില്ലേ? ഇവിടെയൊക്കെ കണ്ടോ സന്തതി പരമ്പര, പ്രജാഭവതി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സന്യാസിയൊന്നും ആകണ്ട മോക്ഷം കിട്ടാൻ, അല്ലേ? അല്ലേ? സന്യാസി ആകേ വേണ്ട. സന്യാസിക്ക് എങ്ങനെ പ്രജ ഉണ്ടാകുന്നത്? സന്തതി പരമ്പര ഉണ്ടാകുന്നത്, അല്ലേ? അജാതശത്രു നമുക്ക് എത്ര അനുകൂലമായ കാര്യം പറയുകയാണ്. മോക്ഷം അടയാൻ ഒരാളും ബ്രഹ്മചര്യാദി സന്യാസാദികൾക്കൊന്നും പോകണ്ട. എന്ത് ചെയ്താൽ മതി? ഈശ്വര പ്രണിധാനം, അല്ലേ? ഉപാസനയിലൂടെ അധികാരം വളർത്തി മോക്ഷത്തിനായിട്ട് പ്രയത്നിച്ചാൽ മതി. അല്ലേ? അതല്ലേ പറഞ്ഞേ? 2 മുതൽ 8 വരെയുള്ള മന്ത്രത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. സന്യാസമേ വേണ്ട. എന്തിന്? മോക്ഷത്തിന്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.